അധികാരത്തിന്റെ കസേരകളിലിരുന്ന് ജനങ്ങളെ കൊത്തിവലിക്കുന്നവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഹൈദരാബാദിലെ നൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോയിൽ നാം കാണുന്നത്. രാജ്യത്തിന്റെ നീതിപീഠത്തിൽ നിന്ന് തങ്ങൾക്ക് കിട്ടേണ്ട നീതിക്ക് പകരം അധിക്ഷേപങ്ങൾ മാത്രം ലഭിച്ചപ്പോൾ ആ നീതിപീഠത്തിന്റെ തലവന് മുന്നിൽ തലകുനിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തിന്റെ കഥയാണിത്. ഇത് കേവലം ഒരു ബിരുദദാന ചടങ്ങിലെ പ്രതിഷേധം മാത്രമല്ല, രാജ്യത്തെ യുവാക്കൾ തങ്ങൾക്ക് നേരെ ഉയർന്ന അഹങ്കാരത്തിന്റെ വാക്കുകൾക്ക് നൽകിയ അതിശക്തമായ മറുപടിയാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളെ മുഴുവൻ ഇരുട്ടിലാക്കിക്കൊണ്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും പുറത്തു വന്നതോടെയാണ് ഈ വിപ്ലവത്തിന്റെ ആദ്യ തീപ്പൊരി വീഴുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും പൂർണ്ണമായ പരാജയവും അഴിമതിയുമാണ് ഇവിടെ തുറന്നുകാട്ടപ്പെട്ടത്. രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി ഓർത്ത് കണ്ണീരൊഴുക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ തികഞ്ഞ നിഷ്ക്രിയത്വവും അവഗണനയുമാണ് കാണിച്ചത്. നീതി തേടി സമരം ചെയ്ത വിദ്യാർത്ഥികളെ കേന്ദ്ര പോലീസ് കഠിനമായി തല്ലിച്ചതച്ചു. പെല്ലറ്റ് തോക്കുകൾ വരെ ഉപയോഗിച്ചാണ് കേന്ദ്രസേന ഡൽഹിയിൽ സമരം ചെയ്ത കുഞ്ഞുങ്ങളെ അടിച്ചമർത്താൻ നോക്കിയത്. ഈ ക്രൂരതയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഭരണകൂടത്തെക്കാൾ ക്രൂരമായ വാക്കുകൾ നീതിപീഠത്തിൽ നിന്നുയർന്നത്. വക്കീൽ തങ്ങളുടെ കയ്യിലുള്ള പോലീസ് അതിക്രമങ്ങളുടെ വീഡിയോ തെളിവുകൾ കാണിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തെളിവുകൾ കാണാൻ സമയമില്ല, ഞങ്ങളുടെ സമയം കളയരുത് എന്ന് പറഞ്ഞ ഹർജി തള്ളിയത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു. അതിനു മുൻപും രാജ്യത്ത് തൊഴിലില്ലായ്മ അനുഭവിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ആക്ടിവിസ്റ്റുകളെയും സമൂഹത്തിലെ പരാന്നഭോജികളായ പാറ്റകൾ എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉപമിക്കുകയുണ്ടായി. തൊഴിൽ കിട്ടാത്ത കുറച്ചു ചെറുപ്പക്കാർ പാറ്റകളെ പോലെ പെറ്റുപെരുകി മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായി മാറി എല്ലാവരെയും കടന്നാക്രമിക്കുകയാണ് എന്ന അഹന്ത നിറഞ്ഞ വാക്കുകൾ നീതിപീഠത്തിന്റെ സുരക്ഷിതത്വത്തിലിരുന്ന് അദ്ദേഹം ഉച്ചരിച്ചപ്പോൾ അത് ആത്മാഭിമാനമുള്ള രാജ്യത്തെ ഓരോ യുവാവിന്റെയും നെഞ്ചിലേക്കാണ് കുത്തിക്കയറിയത്. എന്നാൽ ആ അധിക്ഷേപത്തെ തന്നെ തങ്ങളുടെ ആയുധമാക്കാൻ ബീഹാർ, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ തീരുമാനിച്ചു. അഭിജിത്ത് ദീപ് കെ എന്ന യുവാവിന്റെ ആഹ്വാന പ്രകാരം ഡിജിറ്റൽ ലോകത്ത് ജന്മമെടുത്ത കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നിമിഷ നേരം കൊണ്ടാണ് യഥാർത്ഥ രാഷ്ട്രീയ വിപ്ലവമായി മാറിയത്. ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഉയർന്ന ഈ പ്രക്ഷോഭം സോഷ്യൽ മീഡിയയുടെ അതിരുകൾ കടന്ന് അത് മഹാപ്രക്ഷോഭമായി തെരുവുകളിലേക്ക് ഇരച്ചുകയറി. ഡൽഹി, പട്ന, ജയ്പൂർ, ലക്നൗ, മുംബൈ, കൊൽക്കത്ത, തിരുവനന്തപുരം തുടങ്ങി ഇന്ത്യയുടെ എല്ലാ കോണുകളിലും യുവാക്കൾ തെരുവ് കയ്യേറി. കേന്ദ്ര സർക്കാരിനെയും അഴിമതി വ്യവസ്ഥയെയും വിറപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. പ്രക്ഷോഭം ആളിക്കത്തിയതോടെ തങ്ങളുടെ അധികാരം തെറിക്കുമെന്ന് ഭയന്ന കേന്ദ്ര സർക്കാർ അടിയറവ് പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ വലിച്ചു പുറത്തിട്ട് രാജിവെപ്പിച്ചാണ് CJP കത്തിച്ച ആ ജനകീയ പ്രക്ഷോഭം ജന്തർ മന്ദറിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയത്. ഞങ്ങൾ പാറ്റകളാണെങ്കിൽ ആ പാറ്റകൾ ഈ അഴിമതി വ്യവസ്ഥയെ കാർന്നു തിന്നും എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തു. രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും യുവാക്കൾ ഇരമ്പിയെത്തിയതോടെ കേന്ദ്ര ഭരണകൂടം വിറങ്ങലിച്ചു. ഒടുവിൽ തങ്ങളുടെ കസേര തെറിക്കുമെന്ന് ഉറപ്പായപ്പോൾ കേന്ദ്ര സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നു. പിന്നീട് ജൻസികളെ കയ്യിലെടുക്കാൻ സാക്ഷാൽ നരേന്ദ്രമോദി പോലും ഇൻസ്റ്റഗ്രാമിൽ വരികയും കേന്ദ്രമന്ത്രിമാരോട് ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ ഉപദേശിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് തന്റെ പാറ്റ പരാമർശത്തിൽ വിശദീകരണവുമായി ജസ്റ്റിസ് സൂര്യകാന്ത് എത്തി. താൻ ആ വാക്കുകൾ ഉദ്ദേശിച്ചത് വ്യാജ ഡിഗ്രിക്കാരെയും ബ്ലാക്ക് മെയിലർമാരെയുമാണെന്നും തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് വിശദീകരണവുമായി രംഗത്തെത്തി. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ തങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ക്രൂരമായ അതിക്രമം അഴിച്ചുവിട്ടപ്പോൾ പ്രതീക്ഷയോടെ അവർ ഓടിയെത്തിയത് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്കായിരുന്നു. തങ്ങൾ നേരിട്ട ക്രൂരതകളുടെ വീഡിയോ തെളിവുകൾ കയ്യിലേന്തി നീതിക്കായി അവർ അപേക്ഷിച്ചപ്പോൾ ആ തെളിവുകൾ പോലും കാണാൻ സമയമില്ലെന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഹർജി തള്ളിക്കളഞ്ഞു. കൂടാതെ പ്രതിഷേധിച്ച പ്രസ്ഥാനമായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ അന്വേഷണം നടത്താൻ CBIക്ക് നിർദ്ദേശം നൽകാനുള്ള നീക്കങ്ങൾ നടന്നത്
യുവാക്കളിലെ അമർഷം ഇരട്ടിയാക്കി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഹരിയാനയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് വിഖ്യാതമായ കേസുകൾ കൈകാര്യം ചെയ്ത് രാജ്യത്തിന്റെ പരമോന്നത ന്യായാധിപനായ വ്യക്തി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേസ്, പെഗാസസ് ചാരവൃത്തി കേസ്, രാജ്യദ്രോഹ നിയമം സ്റ്റേ ചെയ്ത വിധി, OROP കേസ് തുടങ്ങിയ ചരിത്രപരമായ പല കേസുകളിലും പ്രധാന ബെഞ്ചിന്റെ ഭാഗമായിരുന്ന കൃത്യവും മൂർച്ചയേറിയതുമായ ചോദ്യങ്ങൾക്ക് പേരുകേട്ട പ്രഗത്ഭനായ ഒരു ന്യായാധിപനാണ് അദ്ദേഹം. എന്നാൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട അതേ ന്യായാധിപനിൽ നിന്ന് ജനകീയ പ്രതിഷേധങ്ങൾക്കെതിരെയും ചെറുപ്പക്കാർക്കെതിരെയും ഇത്തരം അധിക്ഷേപങ്ങൾ ഉയർന്നതാണ് ജനങ്ങളെ ചൊടിപ്പിച്ചത്. ഈ വലിയ അമർഷത്തിന്റെ അലയൊലികളാണ് തെലങ്കാനയിലെ പ്രമുഖ നിയമ സർവകലാശാലയായ ഹൈദരാബാദ് നൽസാറിലേക്ക് പടർന്നു പിടിച്ചത്. സർവകലാശാലയുടെ 2026 ബാച്ചിലെ ബിരുദദാന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ 450-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഒപ്പിട്ട ശക്തമായ നിവേദനം വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചു. സാധാരണയായി ഇത്തരം പ്രമുഖ നിയമ കലാലയങ്ങളിൽ ബിരുദദാന ചടങ്ങിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എത്തി പ്രസംഗിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൈമാറുകയും ചെയ്യുന്നത് ദശാബ്ദങ്ങളായുള്ള പതിവാണ്. തങ്ങൾക്ക് ഭരണഘടനാ മൂല്യങ്ങളും പൗരാവകാശങ്ങളും നീതിയും പഠിപ്പിച്ചു നൽകിയ സ്ഥാപനത്തിന്റെ പടിയിറങ്ങുമ്പോൾ പൗരന്മാരുടെയും ചെറുപ്പക്കാരുടെയും അവകാശങ്ങളെ അധിക്ഷേപിച്ച, നീതി നിഷേധിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ ഞങ്ങളുടെ ആത്മാഭിമാനം സമ്മതിക്കില്ലെന്ന വിപ്ലവകരമായ നിലപാടാണ് ആ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. ഇതോടെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി ഒതുക്കാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. നൽസാറിലെ 2026 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയെയും രാജ്യത്ത് അഭിഭാഷകരായി എൻറോൾ ചെയ്യാൻ അനുവദിക്കില്ലെന്ന കടുത്ത വിലക്കാണ് BCI ചെയർമാൻ മനൻ കുമാർ മിശ്ര പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതിയോടും ന്യായാധിപന്മാരോടും ബഹുമാനമില്ലാത്തവർ നിയമ പ്രൊഫഷന് വലിയ ബാധ്യതയാണെന്നും അവർ വാദിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവിയും ക്യാമ്പസ് പ്ലേസ്മെന്റുകളും റദ്ദാക്കുമെന്ന ഭീഷണിയാണ് BCI ഉയർത്തിയത്. എന്നാൽ ബാർ കൗൺസിലിന്റെ ഈ ഏകാധിപത്യപരമായ പ്രതികാര നടപടിക്കെതിരെ രാജ്യമെമ്പാടും വൻ പ്രതിഷേധവും രോഷവും ഇരമ്പിപ്പൊട്ടി. വിദ്യാർത്ഥികളുടെ ന്യായമായ പ്രതിഷേധത്തിന് മേൽ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് പ്രതികാരം വീട്ടാൻ ശ്രമിച്ച BCIക്ക് സോഷ്യൽ മീഡിയയിലും നിയമമേഖലയിലും പൊതുസമൂഹത്തിലും കനത്ത തിരിച്ചടി നേരിട്ടു. രാജ്യത്തെ പ്രമുഖ അഭിഭാഷകരും മുൻ ന്യായാധിപന്മാരും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയതോടെ BCI പ്രതിരോധത്തിലായി. കടുത്ത ജനകീയ സമ്മർദ്ദത്തിലായ ബാർ കൗൺസിൽ മണിക്കൂറുകൾക്കുള്ളിൽ അടിയന്തര യോഗം ചേർന്ന് തങ്ങൾ പുറപ്പെടുവിച്ച വിലക്കുത്തരവ് തിടുക്കപ്പെട്ട് പിൻവലിക്കാൻ നിർബന്ധിതരായി. എങ്കിലും പ്രതിഷേധത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കണ്ടെത്താൻ നൽസാർ വൈസ് ചാൻസലറോട് BCI അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടവും ഭരണഘടനാ സ്ഥാപനങ്ങളും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കുമ്പോഴൊക്കെയും ചോദ്യം ചെയ്യുന്ന പൗരന്മാർക്കും യുവത്വത്തിനും മുന്നിൽ ആ സ്ഥാനങ്ങൾക്ക് നിലപാടുകൾ തിരുത്തി മുട്ടുമടക്കേണ്ടി വരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് നൽസാറിൽ കണ്ട ഈ ചരിത്രപരമായ പോരാട്ടം. ഇത് കേവലം ഒരു വിദ്യാർത്ഥി സമരമല്ല, മറിച്ച് അനീതിക്കെതിരെ രാജ്യത്തെ നയങ്ങൾ തെരുവിൽ കുറിച്ച പുതിയൊരു അധ്യായമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതിയ ഒരു മഹാവിപ്ലവത്തിന്റെ അലയൊലികളാണ് ഇന്ന് രാജ്യമെങ്ങും മുഴങ്ങിക്കേൾക്കുന്നത്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ കുഞ്ഞുങ്ങളെ രാജ്യദ്രോഹികളെന്നും നഗര നക്സലുകളെന്നും മുദ്രകുത്തി ഭരണകൂടത്തിന്റെ ക്രൂരമായ ലാത്തിക്കും വാട്ടർ പീരങ്കികൾക്കും മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത BJP സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരമായിരുന്നു അത്. പരീക്ഷാ തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് യുവാക്കളുടെ ഭാവി വെച്ച് പന്താടിയവർക്ക് മറുപടി നൽകാൻ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെ അരാജകവാദികൾ എന്ന് ആക്ഷേപിച്ച നരേന്ദ്രമോദിയും അമിത്ഷായും ഒടുവിൽ അതേ യുവത്വത്തിന്റെ ശക്തിക്ക് മുന്നിൽ നാണം കെട്ട് അടിയറവ് പറയേണ്ടി വന്നു. പാർലമെന്റിന്റെ സംരക്ഷണ ഭിത്തികൾക്കുള്ളിൽ ഇരുന്ന് ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന് അഹങ്കരിച്ച സംഘപരിവാർ ഭരണകൂടത്തിന്റെ കസേരകളാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇളക്കിമറിച്ചത്. തെരുവിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇരമ്പിയെത്തിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാനാകാതെ പട നയിക്കാൻ വന്ന നരേന്ദ്രമോദിയും അമിത്ഷായും പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. തങ്ങളുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച് പുറത്തെറിഞ്ഞ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്താൻ അവർ നിർബന്ധിതരായി. എന്നാൽ ഈ പോരാട്ടം ഇവിടം കൊണ്ട് തീരുന്നില്ല.
പ്രക്ഷോഭങ്ങളെ രാജ്യദ്രോഹമായി മുദ്രകുത്താൻ നോക്കിയ ഭരണകൂട അഹന്തയ്ക്ക് മേൽ നൽകിയ നീതിപീഠമായി മാറിയ CJPയുടെ ഭാവി ഇനി എങ്ങോട്ടാണ്? അധികാരം കയ്യിലുണ്ടെന്ന അഹങ്കാരത്തിൽ പൗരാവകാശങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഏതൊരു ഭരണാധികാരിക്കും എതിരെയുള്ള ശാശ്വതമായ കാവലാളായി ഈ യുവജന പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് തുടങ്ങിയ തീപ്പൊരി ഇന്ന് ഹൈദരാബാദിലെ നൽസാർ യൂണിവേഴ്സിറ്റി വരെ പടർന്നു പിടിച്ചത് അതിന്റെ തെളിവാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പോലും തങ്ങളുടെ ഉത്തരവുകൾ തിടുക്കപ്പെട്ട് പിൻവലിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മാപ്പ് പറയേണ്ടി വന്നപ്പോൾ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പാറ്റകൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് CJP നൽകിയിരിക്കുന്നത്. തങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന ഭരണകൂടങ്ങൾ എത്ര വലിയ ശക്തിയായാലും തങ്ങളുടെ ഭാവിയെയും ഭരണഘടനാ അവകാശങ്ങളെയും തൊട്ടുകളിച്ചാൽ ഏത് ഏകാധിപതിയുടെയും അഹങ്കാരത്തിന്റെ ആണിക്കൽ ഇളക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഇന്ത്യയിലെ ജൻസി യുവത്വം തെളിയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്ന വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധ ശക്തിയായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആളിക്കത്തുക തന്നെ ചെയ്യും.